വാമന ജയന്തിയും ഇന്ന് തന്നെയാണ്. നമുക്ക് വാമന ജയന്തിയെക്കുറിച്ച് ഒന്ന് കേട്ടു നോക്കിയാലോ. ത്രിമൂർത്തികളിൽ സ്ഥിതിയുടെ കാരകനാണ് എല്ലാം അറിയുന്ന ജഗന്നാഥനായ ഭഗവാൻ മഹാവിഷ്ണു. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും വരെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ലീലകൾ വിവരണാതീതമാണ്. സകല ചരാചരങ്ങളെയും പരിപാലിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ് സർവരും എന്തിനും ഏതിനും ആശ്രയിക്കുന്നത്. അതിനാലാണ് മഹാവിഷ്ണു നാരായണൻ ആകുന്നത്. ഭഗവാന്റെ കയ്യിലെ സുദർശനമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ജഗത് നിയന്താവായ വിഷ്ണു ഭഗവാൻ ലോക കല്യാണാർത്ഥം ഭൂമിയിൽ 10 അവതാരങ്ങളാണ് എടുത്തിരിക്കുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നിങ്ങനെയാണ് ദശാവതാരങ്ങൾ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മനുഷ്യരൂപത്തിലുള്ള അവതാരങ്ങളിൽ ഒന്നാമത്തേത് 5ാമത്തെ അവതാരമായ വാമന അവതാരമാണ്. ഹൈന്ദവർ വാമനദേവനെ വാമനമൂർത്തിയായും ത്രിവിക്രമനായും ആരാധിക്കുകയും അദ്ദേഹത്തിന്റെ ജനനം വാമന ജയന്തിയായി ആഘോഷിക്കുകയും ചെയ്യുന്നു. ജയന്തി ദിനത്തിൽ വാമനനെ ഹൃദയപൂർവ്വം ആരാധിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഭാരതത്തിൽ സർവ്വസാധാരണമാണ്. വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന കള്ളക്കഥയുടെ യാഥാർത്ഥ്യം നമുക്ക് ഒന്ന് നോക്കാം. എന്തുകൊണ്ടാണ് മഹാവിഷ്ണു വാമന അവതാരം എടുക്കേണ്ടി വന്നതെന്ന് നമുക്ക് നോക്കാം. ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശി തിഥിയും തിരുവോണം നക്ഷത്രവും ചേർന്ന് വരുന്ന പുണ്യദിനത്തിലാണ് മഹാവിഷ്ണു വാമന രൂപം പൂണ്ടത്. അന്നേ ദിവസമാണ് വാമന ജയന്തി ആഘോഷിക്കുന്നത്. ഈ വർഷം ഈ ദിനം 2024 സെപ്റ്റംബർ 15 വരുന്നത്. കശ്യപ പ്രജാപതിയുടെ വംശത്തിൽ പരമഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രനായിട്ട് പിറന്ന ഇന്ദ്രസേനൻ എന്ന മഹാബലി ചക്രവർത്തിയുടെ ഭരണം ഭൂമിയിൽ നടക്കുകയും അത് ചില ഘട്ടങ്ങളിൽ ദേവഗണത്തിനും അതീതമായി പോകുകയും ചെയ്തപ്പോഴാണ് ഭഗവാൻ ത്രിവിക്രമനായി അവതാരം എടുത്തത്. ധർമ്മശാസനങ്ങൾ ക്ഷതം സംഭവിച്ചതായി ദേവന്മാർക്കിടയിൽ പോലും മുറവിളി ഉയരുകയും കൂടി ചെയ്തപ്പോൾ മഹാബലി രാജാവിന്റെ അഹം എന്ന ഭാവത്തെ നീക്കം ചെയ്ത് അദ്ദേഹത്തെ വിമലീകരിക്കുകയായിരുന്നു വാമന അവതാരത്തിന്റെ ലക്ഷ്യം. അതിഥി ദേവിയുടെയും ഋഷികശ്യപന്റെയും മകൻ ആയാണ് അദ്ദേഹം ജനിക്കുന്നത്. ഒരിക്കൽ മഹാബലി ഒരു അശ്വമേധ യജ്ഞം നടത്താൻ തീരുമാനിച്ചു. യജ്ഞം നടത്തുമ്പോൾ തന്നെ സമീപിക്കുന്ന ഏതൊരാൾക്കും അവർ ആവശ്യപ്പെടുന്നത് എന്തും നൽകുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയും എടുത്തു. വിനീതനായ ബ്രാഹ്മണനായ വാമനൻ മഹാബലിയുടെ സവിധത്തിലെത്തി ഭിക്ഷയായി 3 അടി ഭൂമി ചോദിച്ചു. അത് നൽകാമെന്ന് മഹാബലി സമ്മതിച്ചു. ദാനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വാമനൻ ഒരു ഭീമാകാരമായ വലിപ്പത്തിലേക്ക് വളർന്നു. അദ്ദേഹം തൻ്റെ ആദ്യ ചുവടുകൊണ്ട് ഭൂമിയെയും 2ാം ചുവടുകൊണ്ട് ആകാശത്തെയും അളന്നു. എന്നിട്ട് മഹാബലിയോട് 3ാമത്തെ ചുവട് എവിടെ വയ്ക്കണം എന്ന് ചോദിച്ചു. 3ാം ചുവടിനുള്ള സ്ഥലമായി അദ്ദേഹം സ്വന്തം ശിരസ് കുനിച്ചു കൊടുത്തു. മഹാബലിയുടെ ഭക്തിയിലും ഔദാര്യത്തിലും ദാനധർമ്മത്തിലും സന്തുഷ്ടനായ മഹാവിഷ്ണു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത്. തന്റെ ഉത്തമ ഭക്തനായ മഹാബലി ചക്രവർത്തിക്ക് വാമനൻ പാദ ദീക്ഷ നൽകി ഭൂതലത്തിന് താഴെയുള്ള സുതലത്തിലേക്ക് അയച്ചു. സാവർണി മനുവിന്റെ കാലത്ത് മഹാബലിക്ക് ഇന്ദ്രപദം ലഭിക്കും എന്ന അനുഗ്രഹവും ഭഗവാൻ അവിടെ കൊടുക്കുകയാണ്. കേരളത്തിൽ ഓണമായി ആഘോഷിക്കുന്ന വർഷത്തിലൊരിക്കൽ തൻ്റെ രാജ്യം സന്ദർശിക്കുന്നതിനായി അദ്ദേഹത്തെ അനുവദിക്കുകയും ചെയ്തു. തിന്മയ്ക്കെതിരെ നന്മയും അഹങ്കാരത്തിന്മേൽ വിനയവും അഹങ്കാരത്തിന്മേൽ ഭക്തിയും നേടിയ വിജയത്തെ ആഘോഷിക്കുന്ന ഉത്സവമാണ് വാമന ജയന്തി. എളിമയും ഉദാരതയും നിലനിർത്തി ഈശ്വരനോട് വിശ്വാസ്യതയും പുലർത്തിയാൽ ഭക്തർക്ക് മോക്ഷം ലഭിക്കും എന്നുള്ളതാണ് ഓണത്തിൻ്റെയും വാമന ജയന്തിയുടെയും സന്ദേശം.